ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സൂത്രം കൊണ്ട് നമ്മുടെ എത്ര നരച്ച മുടിയാണെങ്കിലും കട്ടക്കറുപ്പാക്കാൻ പറ്റിയതെന്ന് തൊട്ടാൽ മാത്രം മതി. മഷിത്തണ്ട് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 80 വയസ്സായാലും നമ്മുടെ മുടി നരയ്ക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉപ്പൊക്കെ ഇതുപോലത്തെ ഭരണികളിലൊക്കെയാണ് സൂക്ഷിക്കാറുള്ളത് അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇതേ രീതി കട്ട പിടിച്ച് കിടക്കും. അതായത് ഇതിൻ്റെ വെള്ളം ഈർപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നമ്മുടെ ഉപ്പൊക്കെ കട്ടയായി പോകുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് നല്ല കട്ടയായിട്ടിരിക്കണം. അപ്പം ഞാനിത് ഭരണിയിൽ നല്ലപോലെ ഒന്ന് അതെടുത്തെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിത് കഴുകി തുടച്ച് വേണേൽ എടുക്കാം. പക്ഷേ ഞാൻ അതിലോട്ട് തന്നെയാണ് ഇട്ട് വെക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഏത് അരി വേണേലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചാക്കരിയാണ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ കുപ്പിയുടെ അടിഭാഗത്ത് വേണം അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പ് കൊട്ടിയിട്ട് വെക്കുവാണെങ്കിൽ അതിൽ ഈർപ്പം നിലനിൽക്കത്തില്ല. ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമയം ഉണ്ടെങ്കിൽ എല്ലാം അരി അബ്സോർവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എത്ര ഉപ്പ് ഇട്ടാന്ന് പറഞ്ഞാൽ കട്ട പിടിച്ച് പോകത്തില്ല. ഇപ്പോൾ നല്ല പോലെ തന്നെ തരുതരുന്ന് അങ്ങനെ തന്നെ കിടന്നോളും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുതേ. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ എല്ലാത്തിനും അരയ്ക്കാനൊക്കെ എടുക്കുന്ന മിക്സിയുടെ ജാറയാണല്ലോ. അപ്പോൾ ഈ മിക്സിയുടെ ജാറ് എത്ര അരച്ച് എല്ലാ കാര്യങ്ങളും അരച്ച് മസാലയൊക്കെ അരച്ച് കഴിയുമ്പോൾ അതിന് സ്മെല്ല് അങ്ങനെ തന്നെ നിലനിൽക്കും. സോപ്പിട്ട് കഴിയാൽ പോലും ആ സ്മെല്ല് പോകത്തില്ല. അപ്പോൾ ഇത് സ്മെല്ല് പോകാൻ വേണ്ടി പല പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ച് നിറച്ച് വെച്ച ശേഷം ഒരു രാത്രിയിലാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് രാവിലെ അത് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് അതിൽ കാണത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആഴ്ചയിലൊക്കെ മിക്സിയുടെ ജാറ് എങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് തേച്ച് പോലും കഴുകേണ്ട ആ സ്മെല്ല് അതിൽ കാണത്തില്ല. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. സ്മെല്ലൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ കാണുന്നതാണ് മഷിത്തണ്ട്. പണ്ട് കാലമൊക്കെ നമ്മൾ സ്ലേറ്റുകളിലെല്ലാം മായ്ച്ച് കളയാൻ എഴുതുന്നതെല്ലാം മായ്ച്ച് കളയാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ മഷിത്തണ്ടല്ലേ. ഈ മഷിത്തണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സൂത്രത്തിലും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. മഷിത്തണ്ട് കൊണ്ട് ഒരുപാട് ടിപ്പുകളുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പരിസരങ്ങളിൽ കാട് പോലൊക്കെ നിൽക്കും ഇങ്ങനത്തെ മഷിത്തണ്ട്. അപ്പോൾ എല്ലാവരും വലിച്ച് പറിച്ച് കളയാറില്ലേ പതിവ്. അപ്പോൾ ആരും കളയരുത്. ഇത് നിന്ന് പറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. നമ്മളിപ്പം മഷിത്തണ്ടിൻ്റെ കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ മണ്ണുള്ള ഭാഗമില്ല, വേര് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നല്ല വൃത്തിക്ക് ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരണേ. നല്ലപോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നിങ്ങളൊരു മിക്സിയുടെ ജാറിലേക്കും കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഒന്നിട്ട് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല ഫൈനായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇത് ബൗളിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ആ മിക്സിയുടെ ജാറ് ഒന്നുകൂടെ കഴുകിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം അതിനനുസരിച്ച് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 2-3 സാധനം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരി. ഇത് രണ്ടും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇപ്പം വിനാഗിരിയൊക്കെ ആയിരിക്കുമ്പോൾ നല്ലപോലെ പതഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു വലിയ ബൗൾ വേണം ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിനാഗിരി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ പതഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷനും കൊണ്ട് നമുക്ക് വീട് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല റിസൾട്ട് തരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന നമ്മുടെ സിങ്ക്, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം, ക്ലോസറ്റ്, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു സൊല്യൂഷൻ കൊണ്ട് സോപ്പ്, ഡിഷ് വാഷ് വേണം നിങ്ങൾക്ക് ഇതിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ഡെയിലി നമ്മുടെ സിങ്കൊക്കെ ഉപയോഗിക്കുമ്പോൾ സിങ്കിലൊക്കെ ബാഡ് സ്മെല്ല്, അത് മാത്രമല്ല വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഉപയോഗിക്കരുത്. ഉപ്പ് കലർന്ന വെള്ളമാണെങ്കിൽ ഉപ്പുകറ പോലെ ഒട്ടി വെളുത്തിരിക്കുക, അതൊക്കെ പോകാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എത്ര അഴുക്ക് പിടിച്ച കറ പിടിച്ച ടൈലാണെങ്കിൽ പോലും വെട്ടിത്തിളങ്ങി കിട്ടും കേട്ടോ. പൈപ്പ് സെറ്റിങ്, സ്റ്റീലിൻ്റെ പൈപ്പ് സെറ്റിംഗ് ആണെങ്കിൽ ഇതൊക്കെ നല്ല തിളങ്ങി കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത് കേട്ടോ. ഞാൻ ഇതിനകത്ത് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ നമ്മുടെ പൈപ്പ് സെറ്റിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ടൈലിലും നമ്മൾ പാത്രമൊക്കെ
കഴുകുമ്പോൾ വേസ്റ്റും കാര്യങ്ങളും കറയെല്ലാം അതിലെടുത്ത് എറിക്കും, അവിടെയെല്ലാം മഞ്ഞ കളറായിട്ടിരിക്കും. എങ്ങനെയൊക്കെ കഴുകിയാലും അത് പോകത്തില്ല. പക്ഷേ ഇതൊന്ന് തേച്ചിട്ട് ഞാൻ കഴുകൊക്കെ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. കണ്ടില്ല, നല്ലപോലെ വെളുത്ത് വന്നിട്ട് ഞാൻ കഴുകി വിട്ട് കാണിക്കാം. നല്ലപോലെ ആ ടൈലെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൈപ്പൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് എന്ന് കണ്ടാൽ ശരിക്കും തിളങ്ങി കിട്ടും. എത്ര പഴയ സിങ്കാണ് ഇപ്പോൾ വെട്ടി തിളങ്ങി കിട്ടും. ഇത് നമ്മുടെ ഈ മഷിത്തണ്ട് നമുക്ക് സ്ലേറ്റൊക്കെ തുടയ്ക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു മിനുസം പോലെ തന്നെയാണ് നമ്മുടെ ഇതെല്ലാം നല്ല തിളക്കി ഒരു മിനുസം തരാൻ സഹായിക്കുന്നതാണ്. നല്ല പിളപിളാന്ന് മിന്നാൻ സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ മഷിത്തണ്ടിൻ്റെ ഉള്ളിലൊക്കെ ഒരു വെള്ളം പോലെയൊക്കെ ഇല്ലേ, നല്ലതാണ്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. കണ്ടില്ല, നമ്മുടെ സിങ്കും പൈപ്പെല്ലാം സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നല്ല വെളുത്തും കിട്ടിയിട്ടുണ്ട്, തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും കയറി ഇറങ്ങുന്നതാണ് നമ്മുടെ ക്ലോസറ്റിലൊക്കെ മഞ്ഞക്കറ പോലെയൊക്കെ ഒത്തിരി പിടിച്ചിട്ട് നമുക്കൊന്നും ഉരച്ചൊന്നും കഴുകേണ്ട കാര്യമില്ല. ഇത് കുറച്ച് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലഷ് അടിച്ച് വിട്ടാൽ മാത്രം നമ്മുടെ ബാത്റൂം ക്ലോസറ്റൊക്കെ നല്ല തിളങ്ങി കിട്ടുകയും ചെയ്യും. മഞ്ഞക്കറിയും അഴുപ്പും എല്ലാം പോയി, ബാഡ് സ്മെല്ലെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഞാൻ കുറച്ച് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഫ്ലഷ് ഒന്ന് അടിച്ച് വിടുന്നേ ഉള്ളൂ. ഞാൻ തേക്കൊന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. കണ്ടില്ല, നല്ലപോലെ ക്ലീൻ ആയിട്ട് നമ്മുടെ ക്ലോസറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അതുപോലെ തന്നെ ഈ മഷിത്തണ്ട് കണ്ടാൽ ആരും വലിച്ചു പറിച്ച് കളയരുത്. എടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ 3-4 ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, രാവിലെ തൊലി എന്ന് കളഞ്ഞ് വെച്ചതാണ്. കളഞ്ഞ് വെച്ചപ്പോൾ തന്നെ ഇത് കറുപ്പാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ കുറച്ച് നേരം വൈകിപ്പോയാൽ കറുത്ത് പോകില്ല എന്ന രീതിയാണ് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി. ഉരുളക്കിഴങ്ങിനെക്കാട്ടും നല്ല എഫക്റ്റ് കൂടുതൽ കിട്ടുന്ന നമ്മുടെ ഈ തൊലിക്കാണ് കേട്ടോ. അപ്പോൾ ഈ തൊലി ഒന്ന് ഞാൻ കഴുകിയിട്ടായിരുന്നു തൊലി കളഞ്ഞ് വെച്ചത്. ആ ഒരു തൊലി ഞാൻ എടുത്തിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് കുറുക്കി വരുന്ന കൂടെ ആ ഒരു കളറ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നല്ല ബ്ലാക്ക് കളറിലെ വെള്ളമാണ് നമുക്കതിൽ കിട്ടുന്നത്. ആ ഒരു സാധനമാണ് നമ്മുടെ മുടിയിനെ എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും കട്ട കറുപ്പാക്കാനായിട്ട് സഹായിക്കുന്നത്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അതുമാത്രമല്ല, മുടി നല്ലപോലെ മിനുസമായിട്ട് കിടക്കാനും മുടി ആർത്ത് കിളുക്കാനും പിന്നെ മുടി കറുപ്പോടുകൂടി തന്നെ വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അലർജി ഇല്ല, പൊഴിയത്തും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചൊന്ന് കുറുക്കി തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ കളർ നോക്കിയേ. ഇത് കുറേ നേരം കൂടെ കഴിയുമ്പോൾ നല്ലപോലെ കറുത്ത വെള്ളമായിട്ട് മാറും കേട്ടോ. ഇപ്പം ഞാനിത് തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അരിച്ച് മാറ്റാം. ഇത് ബൗളിലേക്ക് ഒഴിക്കണ്ട. ഈ ഒരു വെള്ളം കണ്ട് ഈ ഒരു കളറാണ് കിട്ടുന്നത്. പക്ഷേ ഇത് ഇരിക്കെ നല്ല കറുത്ത വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കി നോക്കാം. തയ്യാറാക്കി തലയിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ മുടി നല്ലപോലെ കറുത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്ത് കെമിക്കലൊക്കെ അടിച്ച് മടുത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ലപോലെ മുടി കറുപ്പാകാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഇരുമ്പ് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ചട്ടി വേണം നിങ്ങൾ ചെയ്യാൻ. അലുമിനിയം പാത്രം ഒന്നും എടുക്കില്ല. ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർ സ്റ്റീലിൻ്റെ പാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇരുമ്പ് ചട്ടിയിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിലും 1 മാസം മുമ്പ് ഓരോ മാസത്തിൽ നിങ്ങൾ ഹെന്ന ചെയ്തിരിക്കണം. ഹെന്ന ചെയ്താൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും മുടി പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഹെന്നയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ ഒരു വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയുടെ ഈ ഒരു മിക്സി ഇരിക്കെ കറക്കം കണ്ടില്ലേ എന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്ന ഏത് രീതിയിലാണോ ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ലപോലെ തേച്ച് വെക്കുക. ഇതിപ്പോൾ രാത്രിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. രാവിലെയാണ് തലയിലേക്ക് പറ്റുന്നത്. അപ്പോൾ രാത്രി ഫുള്ളും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തേച്ച് ഇതിലെല്ലാം തേച്ചൊന്ന് പിടിപ്പിച്ച് വെക്കണം ചട്ടിയിൽ. അതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ ഇതെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വന്ന ആ ഉരുളക്കിഴങ്ങ് തൊലിയുടെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു വെള്ളം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നും കൂടെ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ഹെന്ന ചെയ്താൽ താല്പര്യമില്ലെങ്കിൽ, നിങ്ങളുടെ മുടി നരച്ച മുടിയാണ് കറുപ്പാകണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു വിദ്യയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എടുത്ത ഒരു ഇതുണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കുക. സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ എന്താണ് കുളിക്കാൻ കുറേ താമസിക്കുമല്ലോ, ആ രാവിലെ എണീക്കുമ്പോൾ മുടിയെ ഓരോ മുടിയുടെ വകഞ്ഞ് മുടിയെടുക്കുക. എന്നിട്ട് ഇത് സ്പ്രേ ചെയ്ത് വിടുക. ഇത് സ്പ്രേ ചെയ്ത് വിട്ട് ചെറിയ രീതിയിലൊരു മസാജ് ചെയ്ത് വെച്ചിട്ട് മുടി മുറുക്കി കെട്ടി വെക്കുക. അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് അന്നപ്പോൾ നിങ്ങൾ കഴുകികൾ നമ്മൾ സോപ്പും തേക്കട്ടെ കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പം ഈ സ്പ്രേ ചെയ്യുമ്പം മുടിയിൽ എണ്ണമയം കാണാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ സോപ്പിട്ട് പിന്നെ കഴുകരുത്. കഴുകുമ്പോൾ എപ്പോഴാണ് കുളിക്കുന്നത് അത്രയും നേരം ഇരുന്നെന്ന് പറഞ്ഞാൽ ആരും കാണത്തുമില്ല, എടുക്കത്തുമില്ല, ഒന്നുമില്ല. നമ്മുടെ മുടി തന്നെ അത് നല്ലപോലെ ആ നരച്ച മുടി കറുപ്പാകാൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഇത് സ്പ്രേ ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ഹെന്ന ചെയ്യേണ്ടവർ ഈ ഒരു സാധനം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഹെന്ന ചെയ്യുവാണെങ്കിൽ മുടി നല്ല കറുപ്പാകും കേട്ടോ. ചുമന്ന് പോകത്തേ ഇല്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ,
അപ്പോൾ ദേ ഈ വെള്ളത്തിൻ്റെ കളറ് നല്ലപോലെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സ്പ്രേ ബോട്ടിലാക്കിയിരുന്നത്. അപ്പോൾ അതും നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഇത് കണ്ടോ ഞാൻ ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ ഹെന്നയും ഉരുളക്കിഴങ്ങ് തൊടിയുടെ മിക്സും കൂടെ ദേ അടിപൊളിയായിട്ട് നല്ലപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുക. എൻ്റെ തലയിൽ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇങ്ങനൊന്ന് മേടിച്ച് ഇനി പണി മേടിക്കുക തലയിലടിച്ച് പണി മേടിക്കേണ്ട നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. ഒറ്റ യൂസിൽ ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് കിട്ടത്തില്ലെങ്കിൽ ഇത് ഇരിക്കെ നമ്മുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. മുടി ചുമക്കുമെന്നോ ചെമ്പിക്കുമെന്നോ ഒന്നും പേടിക്കേണ്ട കേട്ടോ. പിന്നെ എൻ്റെ മുടിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് റിസൾട്ട് കിട്ടുന്ന വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ ഇതുപോലെ ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.